ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുറത്ത് സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ് വണ്ടി പോകുന്നതിൻ്റെ, ജസ്റ്റ് അവോയ്ഡ് ദാറ്റ്. ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിന്നറൊക്കെ കഴിക്കാൻ ഒന്ന് പുറത്തൊക്കെ പോവാം. അപ്പോൾ അത് വിൽ സീ ദാറ്റ്. ആൻഡ് ഇവിടെയൊക്കെ നല്ല മഴ വരുന്ന പോലെ കിടപ്പുണ്ട്. സ്കൈയൊക്കെ ആകെ ക്ലൗഡി ആയിട്ട് കിടക്കുക. പോരാത്തതിന് രാത്രിയാവാറുമായി. സോ നമുക്ക് ബാക്കി പോകുന്ന വഴി കാണാം. ഇതാണ് ബിഷപ്പ് ജെറോം നഗർ. നമ്മളെ കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെയുള്ള കൊല്ലത്തുള്ള പണ്ട് തൊട്ടേ ഉള്ളൊരു മോളാണിത്. പിന്നെയാണ് നമ്മുടെ അവിടെ വേറെ വേറെ RP മോളായാലും മോൾസൊക്കെ വന്നു തുടങ്ങിയത്. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു ബോഡി വാഷൊക്കെ നോക്കാനായിട്ടൊന്ന് കയറിയതാണ്. പലതും നോക്കി നോക്കി കൺഫ്യൂഷനായി അവസാനം ഞാൻ ഇത് ചൂസ് ചെയ്തു. എനിക്കെപ്പോഴും ഒരെണ്ണം ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. സോ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പാരബൻ ആൻഡ് സോപ്പ് ഫ്രീ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് അപ്പുറത്തോട്ട് ഏറിയ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് വരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ടേക്കിംഗ് എ ബ്രേക്ക് വിത്ത് എ കിറ്റ്കാറ്റ്. കിറ്റ്കാറ്റ് ഇഷ്ടമുള്ളവരുണ്ടോ? നല്ല ടേസ്റ്റുള്ള മുട്ടായാലേ. എനിക്കും ഇനി എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. വേറെ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിലോട്ട് കയറിയതാണ്. കിറ്റ്കാറ്റ്. ഈ കിറ്റ്കാറ്റ് ഇല്ലേ, കഴിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഈ സൈഡിലെ ചോക്ലേറ്റ് എല്ലാം തിന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വേഫിളിൻ്റെ പുറത്തിരിക്കുന്ന ചോക്ലേറ്റ് കഴിക്കും. എന്നിട്ട് ചുമ്മാ കഴിക്കുന്ന എത്ര പേരുണ്ട്? ചുമ്മാ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഉള്ളവർ കമൻറ്റ് ബിലോ. കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നാണ് കിറ്റ്കാറ്റ് കഴിക്കുന്നത്. സെക്യൂരിറ്റി എന്നെ പിടിച്ച് പുറത്താക്കുമ്പോൾ പുള്ളിക്കാരൻ നോക്കുന്നുണ്ട്. ഇതെന്താ, ഇതൊരു എംറ്റി റോഡാണ്. നല്ല ബ്രോഡായിട്ട് എംറ്റി ആയിട്ട് കിടക്കുക. എപ്പോഴും രാവിലെ അതെ, രാത്രിയും അതെ. ഒരു ചുമ്മാ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. നൈറ്റൊക്കെ എസ്പെഷ്യലി. അപ്പോൾ ഞാനിവിടെ വന്ന് ഡാൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് നല്ല രസം. ഫുൾ എംറ്റി റോഡ്സ്. നമ്മൾ ഹോട്ടൽ ഖവയിലാണ് കഴിക്കാൻ. ക്വാഹ എന്നാണോ എന്താ, അവിടാണ് ഫുഡ് കഴിക്കാൻ ഇന്ന് വന്നേക്കുന്നത്. ആക്ച്വലി ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്, ബുക്കൊക്കെ ചെയ്യണം. ഇന്ന് അത്രയ്ക്ക് ആളില്ല. ഈ ഹോട്ടൽ കാണാൻ തന്നെ ഒരു വേറൊരു സ്റ്റൈലാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെയാണ്. കയറി പറ്റുന്നിടത്തൊരു ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇവിടുത്തെ വാട്ടർ ബോട്ടിൽ അവരുടെ തന്നെയാണ്. ദേ ഹാവ് ദിയർ ഓൺ വാട്ടർ. ഇവിടെ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ടർക്കി, ബേർഡ്, ബേക്ക്ഡ് ആൻഡ് ഗ്രിൽഡ്, പിന്നെ ഫുള്ളായിട്ടുള്ള മട്ടൺ, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇവിടെ ഈ അറബിക് ഡിഷസ് പോലത്തെ ഉള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഹോട്ടൽ ആക്ച്വലി.
കണ്ടോ, ഒരു പിങ്കിഷ് കളർ. എന്താണോ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ശരിയാ, ഇങ്ങനെ തരി തരി പോലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ആണോ എന്നൊരു സംശയം. മനസ്സിലാവുന്നില്ല. പാലുണ്ടോ? എന്തോ ഒരു വൃത്തികെട്ട ടേസ്റ്റ് വരുന്നു. എന്താണെന്നറിയാം. ഇതാ കണ്ട, അടിയിൽ തരിയൊക്കെ ഉണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണെന്ന് ഉറപ്പാണ്. പക്ഷേ എന്തോ വൃത്തികെട്ട ടേസ്റ്റ്. എനിക്ക് ആക്ച്വലി പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ ഇതിന് ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, ആ ഒരു കാക്ടസ് ലൈക്ക് ഓഫ് ചെടികൾക്ക് ഒരു ടേസ്റ്റ് വരുത്തില്ല. ആ ഒരു ടേസ്റ്റ് ഉണ്ട്. നോർമലി വി ഡോണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ വീട്ടിലൊക്കെ. അപ്പോൾ ഈ ടേസ്റ്റൊന്നും വരാറില്ല. ഇത് മേ ബി അവർ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം ഇട്ട് അടിച്ചുകൊണ്ടാവും ടേസ്റ്റ്. ചിക്കൻ മധൂതായി നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസൊക്കെ ഒരു ഫ്ലേവർഫുൾ. മന്തി പോലെയല്ല, വേറൊരു ഫ്ലേവർ. ബിരിയാണിയല്ല, മന്തി രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ്. ഇത് ടേസ്റ്റ് ചെയ്തു. ഹണി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കാക്ടസ് പ്ലാന്റ് കണ്ടോ, ടോളാണ്. അതിൻ്റെ അകത്ത് ഫുള്ളിങ്ങനെ എന്തോ ഫ്ലവേഴ്സ്. നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പോലെ ഫോട്ടോ, പക്ഷെ അതല്ല സാധനം, ഫ്ലവേഴ്സാണ്. ഹലോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഈവനിങ് വെൽ സ്പെൻറ്റ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.